നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് RRBയുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. RRB NTPC അതിൻ്റെ വേക്കൻസി ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരോ റീജിയനിൽ എത്ര വേക്കൻസീസാണ്, എന്തൊക്കെ പോസ്റ്റിലാണ്, എത്ര വേക്കൻസീസാണ്, ഓരോ പോസ്റ്റിനുള്ള സാലറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ റെയിൽവേ ബോർഡിൻ്റെ ഒരു പുതിയ ലെറ്റർ റിലീസായിട്ടുണ്ട്. 24 ജൂലൈ 2024 സൈൻ ആയതാണ്. ഇതിൽ ഒരു വേക്കൻസിയുടെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. ടോട്ടൽ വേക്കൻസീസ് ഓരോരോ പോസ്റ്റിന് എത്ര വേക്കൻസീസ് ആണെന്നുള്ളത്. അക്കൗണ്ട്സ് കം ക്ലർക്ക് ടൈപ്പിസ്റ്റിൻ്റെ 361 വേക്കൻസീസാണുള്ളത്. കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിൻ്റെ 1985 വേക്കൻസീസും, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിൻ്റെ 990 വേക്കൻസീസ്, ട്രെയിൻസ് ക്ലർക്കിൻ്റെ 68 വേക്കൻസീസ്. അങ്ങനെ ടോട്ടൽ 3404 വേക്കൻസീസ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്കാണ്. അപ്പോൾ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഈ പോസ്റ്റുകളിൽ. നമുക്കിനി ഓരോന്നും റീജിയൻ വൈസ് നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ ഓരോ വേക്കൻസീസ് എങ്ങനെയാണ് വരുന്നത്, കേരള റീജിയനിൽ, ചെന്നൈ റീജിയനിൽ അണ്ടറിലൊക്കെ എത്ര വേക്കൻസീസ് ഉണ്ടെന്നും നമുക്ക് നോക്കാം. അടുത്തായി നമ്മൾ നോക്കുന്നത് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളാണ്. ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിന് ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഗുഡ്സ് ട്രെയിൻ മാനേജറിന് 2684 വേക്കൻസീസ് ഉണ്ട്. സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ 963 വേക്കൻസീസ് ഉണ്ട്. ചീഫ് കമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 1737 വേക്കൻസി. ജൂനിയർ അസിസ്റ്റൻറ്റ് അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് 1371 വേക്കൻസി. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 725 വേക്കൻസീസ്. അങ്ങനെ ടോട്ടൽ 7479 ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റും കൂടി ഏകദേശം 10,884 വേക്കൻസീസാണ് ഇപ്പോൾ വരുന്ന ഈ ലിസ്റ്റിൽ. നമുക്ക് സദേൺ റീജിയൻ്റെ വേക്കൻസീസ് നോക്കാം. സദേൺ റീജിയനിൽ ട്രിവാൻഡ്രം റീജിയൻ്റെ അണ്ടറിലും ചെന്നൈ റീജിയൻ്റെ അണ്ടറിലുമാണ് വേക്കൻസീസ് വരുന്നത്. അപ്പോൾ ഓരോ പോസ്റ്റ് എങ്ങനെ നോക്കുകയാണെങ്കിൽ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിൽ ചെന്നൈ റീജിയനിൽ 22 വേക്കൻസി ഉണ്ട്. ട്രിവാൻഡ്രം റീജിയനിൽ വേക്കൻസി ഇല്ല. കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിന് ചെന്നൈ റീജിയനിൽ 39 വേക്കൻസീസ് ഉണ്ട്. ട്രിവാൻഡ്രം റീജിയനിൽ 102 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 141 വേക്കൻസി. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിന് ചെന്നൈ റീജിയനിൽ 79 വേക്കൻസീസാണ്. ട്രിവാൻഡ്രം റീജിയനിൽ 9 വേക്കൻസി. ടോട്ടൽ 88 വേക്കൻസീസാണ് വരുന്നത്. ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിന് ചെന്നൈ റീജിയനിൽ 1 വേക്കൻസിയാണ്. ട്രിവാൻഡ്രം റീജിയനിൽ 1 വേക്കൻസി. ടോട്ടൽ 2 വേക്കൻസി. ഈ 4 പോസ്റ്റുകളും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ്. +2 ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതെല്ലാം ലെവൽ 2 വരുന്നതാണ്. ബേസിക് പേ വരുന്നത് 19,900 ആണ്. അതുപോലെ ടോട്ടൽ സാലറി ഏകദേശം നിങ്ങൾക്ക് 30,000-ന് മുകളിൽ സാലറി കിട്ടുന്നതായിരിക്കും. DA HR എല്ലാം കൂട്ടി. അടുത്തതായിട്ട് നമുക്ക് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളുടെ റീജിയൻ വൈസ് വേക്കൻസി നോക്കാം. ഗ്രാജുവേറ്റ് വൈസ് റീജിയനിൽ സദേൺ റീജിയൻ മാത്രമാണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയി നോക്കുന്നത്. സദേൺ റീജിയനിൽ ചെന്നൈ റീജിയനിൽ ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. സദേൺ റീജിയനിൽ അതിൽ ചെന്നൈയിൽ 9 വേക്കൻസിയും ട്രിവാൻഡ്രം റീജിയനിൽ 52 വേക്കൻസിയാണ്. ടോട്ടൽ 61 വേക്കൻസി. സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ വേക്കൻസി നോക്കുകയാണെങ്കിൽ സദേൺ റീജിയനിൽ ചെന്നൈയിൽ 8 വേക്കൻസിയും ട്രിവാൻഡ്രം റീജിയനിൽ 65 വേക്കൻസീസാണ് ഉള്ളത് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചീഫ് കമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിൻ്റെ വേക്കൻസിയാണ്. ചെന്നൈ റീജിയനിൽ അണ്ടർ 155 വേക്കൻസീസും ട്രിവാൻഡ്രം റീജിയനിൽ 51 വേക്കൻസീസുമാണുള്ളത്. ടോട്ടൽ 206 വേക്കൻസി വരുന്നുണ്ട്. ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് അത് ചെന്നൈ റീജിയൻ്റെ അണ്ടറിൽ 144 വേക്കൻസി ഉണ്ട്. ട്രിവാൻഡ്രം റീജിയനിൽ വേക്കൻസി ഇല്ല. ടോട്ടൽ 144 ഒഴിവാണുള്ളത്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട്. സദേൺ റീജിയനിൽ ചെന്നൈ റീജിയനിൽ 76 വേക്കൻസിയും ട്രിവാൻഡ്രം റീജിയനിൽ 6 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 82 വേക്കൻസീസ്. അങ്ങനെ ടോട്ടൽ സദേൺ റീജിയനിൽ 819 വേക്കൻസീസാണുള്ളത്. അതിൽ തന്നെ ട്രിവാൻഡ്രം റീജിയനിൽ മാത്രം 286 വേക്കൻസീസാണ് നിലവിലുള്ളത്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല സ്റ്റേഷൻ മാസ്റ്ററും ചീഫ് കമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറും ഇതൊക്കെ ട്രിവാൻഡ്രം റീജിയനിൽ വേക്കൻസി വരുന്നതാണ്. അതുപോലെ തന്നെ 102 വേക്കൻസീസുമായി കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കും ട്രിവാൻഡ്രം റീജിയനിൽ അണ്ടറിൽ വേക്കൻസി വരുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ അടുത്ത് തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏതൊരു RRB ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. RRB ട്രിവാൻഡ്രം ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നതായിരിക്കും.